ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ദാൽ കറിയാണ്. ചപ്പാത്തിയുടെയും പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ഒരു കറി. അതിനായിട്ട് നമുക്ക് ചെറുപയർ പരിപ്പ് കുറച്ച് ആവശ്യത്തിനെടുക്കുക. അത് നന്നായിട്ട് കഴുകി കുക്കറിനകത്ത് ഇട്ടേച്ച് ഒരു 2-3 വിസിൽ അത്രയും മതിയാവും. അപ്പോഴേക്കും അത് നല്ല പാകത്തിന് വെന്ത് കിട്ടും. അതൊന്ന് കുക്കറിലിട്ട് വേവിക്കാനായി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്തേച്ച് ഒരു 2 സ്പൂൺ നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട്. നെയ്യാണ് ഈ കറിക്ക് ടേസ്റ്റ്. ഓയിൽ ഒഴിക്കുന്നതിനും നെയ്യ് തന്നെയായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. അതുകൊണ്ട് ഇപ്പോൾ 2 സ്പൂൺ നെയ്യ് ഇട്ടു. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നല്ല ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചു. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, അതുപോലെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ഇത് രണ്ടും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക്, വട്ടത്തിലരിഞ്ഞ പച്ചമുളകാണ്, അതിട്ട് അതുപോലെ ചെറുതായി അരിഞ്ഞ സവോള അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. വഴറ്റുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാനും ഒക്കെ ആയിട്ട് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടേച്ച് വീണ്ടും നന്നായിട്ട് വഴറ്റി എടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറാനായിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ നല്ലോണം പഴുത്ത തക്കാളി, അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റണം. വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടപ്പ് വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ടേ. അപ്പോൾ തക്കാളി ഒന്ന് വെന്തോളും. അതിനുശേഷം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച പരിപ്പെടുത്ത് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഈ നമ്മുടെ ഈ തക്കാളി സവോള കൂട്ട് അതിനകത്തേക്ക് ഈ പരിപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പിന്നെ നമ്മൾ പാകത്തിന് വെള്ളം, പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് കുറുകും, തണുത്ത് കഴിയുമ്പോഴേക്കും കുറുകും. അപ്പോൾ അതുകൊണ്ട് പാകത്തിന് വെള്ളം അവരവരുടെ ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടിതൊന്ന് തിളപ്പിക്കണം. നല്ല മണമൊക്കെ വരും കേട്ടോ തിളയ്ക്കുമ്പോൾ. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഒരു കൈപ്പിടി മല്ലിയില ചെറുതായിട്ട് നുറുക്കിയത്. മല്ലിയില ഇത് നല്ല ടേസ്റ്റാണ്. മല്ലിയില കൂടുതലിടുമ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോൾ മല്ലിയില ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർക്കണം. എന്നിട്ട് ആ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാനായി ഒന്ന് തിളപ്പിക്കാം. ലാസ്റ്റ് ഞാനൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് അങ്ങനെ പരിപ്പല്ലേ, അപ്പോൾ പരിപ്പ് കറിക്കകത്തേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുമ്പം ആ കറിക്ക് ഭയങ്കര ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമുക്ക് ഞാനിപ്പോൾ ഈ പരിപ്പിനെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തി, പൂരി അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ നെയ്ച്ചോറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും ഈ കറി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.